നമസ്കാരം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫിസിയോഗ്രഫിയാണ്. ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഉൽപ്പത്തിയെ കുറിച്ച്, ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. അല്ലെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ എവിടെയായിരുന്നു? ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായി ആ ഇന്ത്യ നോർത്ത് വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ച് യുറേഷ്യൻ പ്ലേറ്റുമായിട്ടുള്ള കൺവെർജൻസി കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ടാണ് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് രൂപാന്തരം കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളടുത്ത് പറഞ്ഞു, യുറേഷ്യ എന്ന് പറയുന്ന കരപ്രദേശം രൂപം കൊണ്ടപ്പോൾ പാൻജിയ ആദ്യ കാലഘട്ടത്തിൽ രണ്ടായിട്ടാണ് പൊട്ടിപ്പിളർന്നത്, യുറേഷ്യ എന്നും ഗോണ്ട്വാന ലാൻഡ്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു സമുദ്രം രൂപം കൊണ്ടിരുന്നു. ആ സമുദ്രമാണ് ഏത്? തെദിസ് എന്ന് പറയുന്ന സമുദ്രം. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സമുദ്ര ഭാഗമാണ് തെദിസ്. ഈ തെദിസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു പൊങ്ങി ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ കൺവെർജൻസ് ആകുമ്പോൾ, നമുക്കറിയാം നമ്മൾ കുഞ്ഞിലെ മണ്ണ് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ അത് ഉയർന്നു പൊങ്ങും. അത്രേ ഉള്ളൂ, അത്ര ആലോചിച്ചാൽ മതി. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായത് തെദിസ് എന്ന് പറയുന്ന ഓഷ്യന്റെ ക്രസ്റ്റ്, സമുദ്രതറ. അല്ലെ, ആ സമുദ്രതറ എന്ത് ചെയ്തു? ഇങ്ങനെ അടുക്കുമ്പോൾ ഉയർന്ന്, ഇതും കൂടി കൂട്ടിമുട്ടി അവസാനം ഉയർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതാണ് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ച് നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻസ്, അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ശരിക്കും നോർത്തേൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻസിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ട്രാൻസ് ഹിമാലയ, രണ്ടാമത്തേതാണ് നിങ്ങൾ ഈ പറയുന്ന ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ്, മൂന്നാമത്തേത് ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ അതിന്റെ ഏറ്റവും വടക്കൻ ഭാഗത്ത്, ഏറ്റവും നോർത്തേൺ ഭാഗത്തായിട്ടാണ് നമുക്ക് ഏതിനെ കാണാൻ കഴിയുന്നത്? ട്രാൻസ് ഹിമാലയ കാണാൻ കഴിയുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഏതാണ്? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ നോർത്ത് മോസ്റ്റ്, ഏറ്റവും വടക്ക് വരുന്ന റേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ അത് ഹിമാലയമല്ല, പിന്നെ ആരാണ്? ട്രാൻസ് ഹിമാലയമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആ ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് താഴെ, ട്രാൻസ് ഹിമാലയത്തിന്റെ സൗത്ത് ആയിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് കാണാൻ കഴിയുന്നത്. അപ്പൊ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റേഞ്ച് എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഹിമാലയം എഴുതി വെക്കരുത്. ഹിമാലയത്തിന്റെ മുകളിൽ, ഹിമാലയത്തിന്റെ നോർത്തിൽ, ഹിമാലയത്തിന്റെ വടക്ക് നമുക്ക് ആരെ കാണാൻ കഴിയുന്നുണ്ട്? ട്രാൻസ് ഹിമാലയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് താഴെ, തൊട്ട് തെക്കായിട്ട്, തൊട്ട് സൗത്ത് ആയിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് കാണാൻ കഴിയുന്നത്. ഇവർക്ക് രണ്ടുപേരുടെയും കിഴക്കായിട്ട് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, ഇവർക്ക് രണ്ടുപേരെക്കാളും താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണ് നമുക്ക് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഏതാണ്? ഈസ്റ്റേൺ ഹിൽസ് എന്ന് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ റേഞ്ചസിലെ ഏറ്റവും നോർത്ത് വരുന്ന ആരെ കുറിച്ചാണ്? ട്രാൻസ് ഹിമാലയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എടാ, ഈ ട്രാൻസ് ഹിമാലയ പഠിക്കാൻ വേണ്ടി നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ദേ ഏറ്റവും മുകളിലായിട്ട് ഒരു പർവ്വത കെട്ട് പിണഞ്ഞ് കിടക്കുന്നു. ഏറ്റവും ട്രാൻസ് ഹിമാലയ പഠിക്കാൻ പോയപ്പോൾ ഇന്ത്യക്ക് മുകളിൽ ആയിട്ട് ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു പീഠഭൂമിയായിട്ട് വേണമെങ്കിൽ പറയാം, പ്ലേറ്റും ആയിട്ട് വേണമെങ്കിൽ പറയാം.
പീഠഭൂമി എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള 4 പ്രദേശങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ആ പീഠഭൂമി നിന്നുമാണ് ഒരു ജംഗ്ഷൻ പോലെ നിൽക്കുന്നുണ്ട്. ആ ജംഗ്ഷനിൽ നിന്നുമാണ് വിവിധ ദിശകളിലേക്ക് പർവ്വതനിരകൾ രൂപം കൊണ്ടുപോയിരിക്കുന്നത്. വിവിധ ഡയറക്ഷനിലേക്ക് പർവ്വതനിരകൾ രൂപം കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് ആ ഒരു പ്രദേശത്ത് നിന്നാണ് കാണാൻ കഴിയുന്നത്. ആ പ്രദേശത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാമീർ നോട്ട്. നോട്ട് മീൻസ് ജംഗ്ഷൻ ആണ്. എന്തെന്ന് വിളിക്കുന്നത്? പാമീർ നോട്ട്. പാമീർ പർവ്വതക്കെട്ടുകൾ നോട്ട് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൺവെർജൻസ് ആയപ്പോൾ, കൂട്ടിമുട്ടിയപ്പോൾ ഈ പാമീർ നോട്ടിൽ നിന്നുമാണ് വിവിധ ഡയറക്ഷൻ, വിവിധ ദിശകളിലേക്ക് മടങ്ങി മടങ്ങി മടങ്ങിയുള്ള പർവ്വത നിരകൾ രൂപം കൊണ്ടിരിക്കുന്നത്. നോട്ട് മീൻസ് ജംഗ്ഷൻ ആണ്. KNOT നോട്ട്. ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും പാമീർ നോട്ട്. ആ പാമീർ നോട്ടിൽ നിന്നുമാണ് വിവിധ ദിശകളിലേക്ക് പർവ്വത നിരകൾ രൂപം കൊണ്ടിരിക്കുന്നത്. നോക്കടാ, ഈ പാമീർ നോട്ടിൽ നിന്നും കിഴക്കോട്ട് ഇങ്ങനെ ഒരു പർവ്വത നിരകൾ പോകുന്നുണ്ട്. പാമീർ നോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ താജിക്കിസ്ഥാനിലായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷെ പാമീർ നോട്ട്, പാമീർ പീഠഭൂമി താജിക്കിസ്ഥാനിൽ മാത്രമായിട്ടല്ല സ്ഥിതി ചെയ്യുന്നത്. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ഈ പ്രദേശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട്. കൂടുതൽ ഭാഗവും താജിക്കിസ്ഥാൻ ആയതുകൊണ്ടാകാം ഉത്തരമായിട്ടൊക്കെ താജിക്കിസ്ഥാൻ പറയുന്നത്. അപ്പൊ ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ഒരു പർവ്വത നിരയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കുൻലൂൻ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് പേരിലാണ്? കുൻലൂൻ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത് പാമീർ പർവ്വത നിരകളിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ഒരു പർവ്വത നിരയാണ്. തീർന്നിട്ടില്ല. പാമീർ പർവ്വതക്കെട്ടുകളിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു പർവ്വത നിരയാണ്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന ഒരു പർവ്വത നിരയാണ് ഏത്? ഹിന്ദുകുഷ് മൗണ്ടെയിൻ റേഞ്ചസ്. ഈ ചിത്രത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹിന്ദുകുഷ്, കുൻലൂൻ. ഹിന്ദുകുഷ് മൗണ്ടെയിൻ റേഞ്ചസ് അഫ്ഗാനിസ്ഥാനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മിഡീവൽ ഇന്ത്യൻ കാലഘട്ടത്തിൽ ബാബറിന്റെയൊക്കെ പിൻഗാമികൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഹിന്ദുകുഷ് മലനിരകളിൽ കൂടിയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഹിന്ദുകുഷിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നോർത്ത് വെസ്റ്റ്. പാമീർ നോട്ടിൽ നിന്നും കുല്ലു നോർത്ത് ഈസ്റ്റ്. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വടക്കോട്ട് മുകളിലോട്ട് പോകുന്ന ഒരു പർവ്വത നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പർവ്വത നിരയാണ് ടിയാൻ പർവ്വത നിര, ടിയാൻ ഷാൻ മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറയുന്നത്. ടിയാൻ ഷാൻ എങ്ങോട്ടാണ്? പാമീർ നോട്ടിൽ നിന്നും നോർത്തിലോട്ട്, മുകളിലോട്ട് പോകും. ഇനി ഈ പാമീർ നോട്ടിന്റെ തൊട്ട് താഴെയായിട്ട്, തൊട്ട് സൗത്ത് ആയിട്ട് പാമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മൗണ്ടെയിൻ റേഞ്ച് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കാരക്കോറം മൗണ്ടെയിൻ റേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് അറിയാൻ കഴിയും. ഇവിടെ വരച്ചിട്ടുണ്ട് കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസ്. ഇന്ത്യക്ക് അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അല്ലേ കാരക്കോറം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തോട്ട് പോകുന്നുണ്ട് കാരക്കോറം. കുറെ ഭാഗം ടിബറ്റൻ ഭാഗമായിട്ട് പോകുന്നുണ്ട്. നോക്കാം. കാരക്കോറത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലഡാക്ക് മൗണ്ടെയിൻ റേഞ്ച്. ലഡാക്കിന്റെ തൊട്ട് താഴെ പാകിസ്ഥാനിലേക്ക് കൂടുതൽ ഭാഗം പോകുന്നതാണ് ഏത്? സസ്കർ മൗണ്ടെയിൻ റേഞ്ചസ്. ഈ കാരക്കോറം, അതായത് കാരക്കോറം, ലഡാക്ക്, സസ്കർ മൗണ്ടെയിൻ റേഞ്ചസ് നമുക്ക് കാണാം. കാരക്കോറം എന്ന് പറയുന്നത് പാമീർ നോട്ടിന്റെ എവിടെയായിട്ടാണ്? പാമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കൊണ്ട് പാമീർ നോട്ടിന്റെ സൗത്ത് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഏറ്റവും ടോപ്പ് നോർത്താണ് നമ്മൾ ഏത് കണ്ടത്? ട്രാൻസ് ഹിമാലയ കണ്ടത്. ഹിമാലയത്തിന്റെ നോർത്ത് ആയിട്ടാണ് ഏത് വരുന്നത്? ട്രാൻസ് ഹിമാലയ വരുന്നത്. ഈ ട്രാൻസ് ഹിമാലയെ തൊട്ടാണ്, അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയമാണ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും.
ആ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് ഏത്? ഇപ്പോ ഞാൻ പറഞ്ഞ കാരക്കോറം മൗണ്ടെയിൻ റേഞ്ച് ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ആണ്. ആരുടെയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ആണ് ഏതെന്ന് പറയുന്നത്? കാരക്കോറം മൗണ്ടെയിൻ റേഞ്ച്. കാരക്കോറത്തിന്റെ തൊട്ടു താഴെയായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ലഡാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരക്കോറത്തിന്റെ സൗത്ത് ആയിട്ട് ലഡാക്ക്. ലഡാക്കിന്റെ സൗത്ത് ആയിട്ടാണ് നമുക്ക് ഈ കാണുന്ന സസ്കർ മൗണ്ടെയിൻ റേഞ്ചസ് കാണാൻ കഴിയുന്നത്. അപ്പോൾ കാരക്കോറം, ലഡാക്കും സസ്കറും എന്ന് പറയുന്നത് ആരുടെ സബ് ഡിവിഷൻ ആണ്? ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ എത്രയായിട്ട് തിരിക്കാൻ പഠിച്ചു? 3 ആയിട്ട് തിരിച്ചു. ആദ്യം നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിനെ ലോഞ്ചിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ, ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ആയിട്ട് തിരിച്ചു. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഏറ്റവും നോർത്തേൺ ഭാഗമാണ് ട്രാൻസ് ഹിമാലയ. ആ ട്രാൻസ് ഹിമാലയ സൂം ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പർവ്വതനിര തൊട്ട് താഴെ സൗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ കാരക്കോറമാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച്. അപ്പം നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഏറ്റവും നോർത്ത് വരുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. അപ്പൊ കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇവ ഏതാകുന്നു? ട്രാൻസ് ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ആകുന്നു. ഈ സസ്കറിന്റെ തൊട്ട് താഴെയാണ് നമുക്കിനി പഠിക്കാനുള്ള നിങ്ങൾ ഈ പറയുന്ന ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് വരുന്നത്. പിന്നെ അടുത്ത് നിങ്ങൾക്ക് അറിയാം കിഴക്ക് ഈസ്റ്റേൺ ഹില്ലും വരുന്നുണ്ട്. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരച്ച ടിയാൻഷാൻ ആയിക്കോട്ടെ, ഏതാണ്? ടിയാൻഷാ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വടക്കോട്ട് പോകുന്നു, നോർത്തിലോട്ട് പോകുന്നു. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഈസ്റ്റ് കിഴക്കോട്ട് പോകുന്ന കുല്ലുൻ മലനിരകൾ, പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു പോകുന്ന പടിഞ്ഞാറോട്ട് പോകുന്ന ഹിന്ദുകുഷ് മൗണ്ടെയിൻ റേഞ്ചസ്, ഇവ മൂന്നും നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഭാഗമല്ല. അപ്പോ അതൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഈസ് നോട്ട് പാർട്ട് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച്. ഹിന്ദുകുഷ് അല്ല, കുൻലുൻ അല്ല, ടിയാൻഷാൻ അല്ല. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ യുറേഷ്യയുടെ ഭാഗമായിട്ട് ഉണ്ടായ ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഭാഗം. അപ്പൊ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാമീർ പർവ്വതക്കെട്ടുകളുടെ തൊട്ട് താഴെ സൗത്ത് നിന്നുമാണ്. അത് കാരക്കോറത്തിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരക്കോറത്തിന്റെ താഴെയുള്ള ലഡാക്ക്, ലഡാക്കിന്റെ താഴെയുള്ള സസ്കർ, ഇവരുടെ താഴെയുള്ള ഹിമാലയം, പിന്നെ ഹിമാലയത്തിന് നമ്മൾ ഇനി സബ് ഡിവിഷൻ ചെയ്യും. ഈസ്റ്റേൺ ഹില്ല്, ഇത്രയും അടങ്ങുന്നതാണ് ഏതെന്ന് പറയുന്നത്? നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ റേഞ്ച്. അപ്പോ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ പേര് തന്നിട്ട് അതിൽ ഹിന്ദുകുഷിന്റെ പേര് തന്ന, ടിയാൻഷാന്റെ പേര് തന്ന, കുല്ലുൻ മൗണ്ടെയിൻ റേഞ്ചസിന്റെ പേര് തന്നാൽ ഓഡ് വൺ ഔട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? എലിമിനേറ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പൊ മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയമാണോ, ഹിമാലയമാണോ, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കാൻ. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഈ ട്രാൻസ് ഹിമാലയം നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഈ കാരക്കോറം റേഞ്ചസ് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് ചൈനയിലേക്കും കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരക്കോറം റേഞ്ചസ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നെങ്കിലും സർവേ ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാപ്പ് പ്രകാരം ഈ പ്രദേശം ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണെന്ന് പറയുമ്പോഴും ചൈന 1959 ടിബറ്റൻ പ്രദേശം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ഇന്ത്യയുടെ നോർത്തിൽ നിന്നും ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിർത്തി പങ്കുവെക്കുന്നു ചൈനയുമായി. ആ ടിബറ്റൻ പ്രദേശം 59 ടിബറ്റിനെ ചൈന ഒക്കുപ്പൈ ചെയ്യുമ്പോൾ ഇന്ത്യ ടിബറ്റിന്റെ ആത്മീയ ആചാര്യ ദലൈലാമയ്ക്ക് വാസസ്ഥലം കൊടുക്കും. അതോടുകൂടി ഇന്ത്യ ചൈന ഭായി ഭായി ബന്ധം വഷളാവുകയാണ്.
പിന്നെയുള്ള കേസൊക്കെ നമുക്കറിയാം. 1962 ഇന്ത്യ ചൈന വാർ, ഇന്ത്യ ചൈന യുദ്ധത്തോടു കൂടി ഈ പ്രദേശം അക്സായി ചിൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം, കാരക്കോറം റേഞ്ചസിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ പ്രദേശം ചൈന ഓക്കുപൈ ചെയ്യും. അതിനെയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഈ പ്രദേശം. ചൈന പിടിച്ചടക്കപ്പെട്ട പ്രദേശമാണ്. ഇതൊരു ഡിസ്പ്യൂട്ട് റീജിയൻ ആണ്. ഇന്റർനാഷണലി ഇന്ത്യയുടെ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാപ്പിലും ഈ പ്രദേശം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷവും ഡിസംബറോട് കൂടിയൊക്കെ ചൈന കാരക്കോറത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ, ലഡാക്കിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നും സൈനിക പിന്മാറ്റത്തിന് തീരുമാനമെടുത്തു എന്നുള്ള രീതികളിലൊക്കെ വാർത്തകൾ നിങ്ങൾ കണ്ടല്ലോ. അത് ഈ പ്രദേശമൊക്കെ അടങ്ങുന്ന പ്രദേശം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ടിബറ്റൻ പ്രദേശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരക്കോറം, ലഡാക്കും അല്ലെങ്കിൽ സസ്കർ തൊട്ടാണ് ടിബറ്റിന്റെ എൻഡിങ് പോർഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ട്രാൻസ് ഹിമാലയ ഈസ് അതർവൈസ് നോൺ ആസ്, എക്സാമിന് പാർട്ട് എ പാർട്ട് ബി ചോദ്യമായിട്ട് ചോദിക്കാം. ട്രാൻസ് ഹിമാലയത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം എന്ന് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു, നോർത്തേൺ മൗണ്ടൈൻ റേഞ്ചസിന്റെ ഏറ്റവും നോർത്ത് ആയിട്ട് ട്രാൻസ് ഹിമാലയ, അതിന്റെ താഴെയായിട്ട് ഹിമാലയ, പിന്നെ ഏറ്റവും കിഴക്കായിട്ട് താരതമ്യേന ഉയരം കുറഞ്ഞ ഈസ്റ്റേൺ ഹിൽ. ഇവരിൽ ആർക്കാണ് ഉയരം കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പലരും പറയും ട്രാൻസ് ഹിമാലയ ഏറ്റവും നോർത്ത് ആയതുകൊണ്ട് ട്രാൻസ് ഹിമാലയത്തിനാണ് ഉയരം കൂടുതൽ എന്ന് നിങ്ങൾ പലരും പറയും. എടാ, ട്രാൻസ് ഹിമാലയത്തിന്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 മീറ്റർ മാത്രമേ ട്രാൻസ് ഹിമാലയത്തിനുള്ളൂ. 3000 മീറ്റർ അത്ര ചെറുതൊന്നും അല്ല സമുദ്രനിരപ്പിൽ നിന്ന് നോക്കും. പക്ഷേ ട്രാൻസ് ഹിമാലയത്തിന്റെ ഇരട്ടി ഉയരം ആർക്കുണ്ട്? ഇനി നമുക്ക് പഠിക്കാനുള്ള ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലുണ്ട്. അപ്പോൾ ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിലാണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ സൗത്ത് ആയിട്ട് വരുന്ന ഇനി നമുക്ക് പഠിക്കാനുള്ള ഹിമാലയത്തിലാണ്. അപ്പൊ ഹിമാലയത്തിനേക്കാൾ ഉയരമുണ്ടോ ട്രാൻസ് ഹിമാലയത്തിന്? സ്റ്റേറ്റ്മെന്റ് രീതിയിലോ ചോദ്യം ചോദിക്കാം? ഇല്ല, അല്ലെ? ഹിമാലയത്തിന് ട്രാൻസ് ഹിമാലയത്തിന്റെ ഇരട്ടി, രണ്ടിരട്ടിയോളം ഉയരം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ട്രാൻസ് ഹിമാലയത്തിന്റെ ആവറേജ് എലിവേഷൻ നമ്മുടെ SCERT പുതിയ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ പോയിന്റ് പറയുന്നത് കൊണ്ട് സൂക്ഷിക്കുക. എക്സാമിന് ചോദിക്കാം 3000 മീറ്റർ ആണ്. ട്രാൻസ് ഹിമാലയ ഇസ് അപ്രോക്സിമേറ്റ്ലി വിഡ്ത്ത് എല്ലായിടത്തും ഒരുപോലെയല്ല. വീതി നമുക്കറിയാം മടക്ക് പർവ്വതമാണ്. ചിലയിടങ്ങളിൽ വീതി കൂടുതൽ, മടങ്ങി അല്ലെ, ഇടിച്ച് മടങ്ങി രൂപം കൊണ്ടതുകൊണ്ട് ചിലയിടങ്ങളിൽ വീതി കൂടുതൽ, ചിലയിടങ്ങളിൽ വീതി കുറവ്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അപ്രോക്സിമേറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ 40 കിലോമീറ്ററും ചിലയിടങ്ങളിൽ 965 കിലോമീറ്ററുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്തേൺ റേഞ്ചസ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഏതാണ്? കാരക്കോറമാണ്. ഈ കാരക്കോറത്തിന്റെ തൊട്ട് താഴെയാണ് ലഡാക്ക്, ലഡാക്കിന്റെ തൊട്ട് താഴെ സസ്കറാണ്. എടാ, ഈ കാരക്കോറം ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് കാരക്കോറം പാമീർ പർവ്വതക്കെട്ടുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. ഈ കാരക്കോറത്തിന്റെ ഒരു ഭാഗം ഹിമാലയവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കാരക്കോറം റേഞ്ചസ് കണക്ട് ഹിമാലയ വിത്ത് പാമീർ നോട്ട്. ഹിമാലയത്തിനെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏത് എന്ന് എക്സാമിൽ ചോദിക്കാറുണ്ട്. കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഒരു ഭാഗം ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹിമാലയത്തിനെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് കാരക്കോറത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ. പാമീർ നോട്ടിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാരക്കോറത്തിന്റെ സവിശേഷത. കാരക്കോറം റേഞ്ചസ് ഈസ് നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് ഹൈ ഏഷ്യ. ഏഷ്യയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ആണ് കാരക്കോറം.
നമ്മുടെ ഏഷ്യന്റ് കാല പഴയകാല ടെക്സ്റ്റ് ബുക്കിലും പുരാതന ടെക്സ്റ്റ് ബുക്കിലും മിത്തോളജിയിലൊക്കെ കാരക്കോറത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൃഷ്ണഗിരി. കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ആണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആ പോയിന്റ്. ഇനി കാരക്കോറം റേഞ്ച് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഹിമാലയത്തിനെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഏഷ്യയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന റേഞ്ച് മലനിരകൾ ഏതെന്ന് ചോദിച്ചാൽ കാരക്കോറമാണ്. പാർട്ട് എയിൽ കാരക്കോറം തന്നിട്ട് പാർട്ട് ബിയിൽ കൃഷ്ണഗിരി തന്നാൽ ഒരു സംശയം കൂടാതെ മാച്ച് ചെയ്യാൻ കഴിയണം. ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് എന്ന് ചോദിച്ചാൽ അത് കാരക്കോറമാണ്. കാരക്കോറം ഹിമാലയത്തിനെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ഹിമാലയത്തിലാണ് ലോകത്തിലെ ഉയരം കൂടിയ എല്ലാ മലനിരകളും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാൾ ഒഴിച്ച് മലനിരകളും പീക്കുകളും ഒക്കെ ഹിമാലയത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഉയരം കൂടിയത്. ഒരു പീക്ക് ഒഴിച്ച്, ഒരു കൊടുമുടി ഒഴിച്ച്, ആ കൊടുമുടിയാണ് മൗണ്ട് K2 എന്നറിയപ്പെടുന്ന കൊടുമുടി ഈസ് പാർട്ട് ഓഫ് കാരക്കോറം റേഞ്ച്. അപ്പൊ നമ്മുടെ മറ്റൊരു ചോദ്യം ചോദിക്കാം, ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള റേഞ്ചസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മൗണ്ട് K2. മൗണ്ട് K2 ഇന്ത്യസ് ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ മൗണ്ട് K2 ശരിക്കും ഇന്ന് നമുക്ക് ചൈനയുടെ ഭാഗമായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാരക്കോറത്തിന്റെ കിഴക്കൻ ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മൗണ്ട് K2, ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. മൗണ്ട് എവറസ്റ്റിന് ശേഷം ഈ ലോകത്തിലെ തന്നെ 2ാം സ്ഥാനമാണ്. 8611 മീറ്റർ ആണ്. പക്ഷെ നമ്മളെ ചോദ്യ പേപ്പറിന്റെ ആൻസർ പ്രകാരം ഇന്ത്യസ് ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് എന്ന് പഠിക്കുന്നത് മൗണ്ട് K2 ആണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ ആ ഒരു ബോർഡറിലായിട്ട് നമുക്ക് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഇങ്ങോട്ട് പോകുമ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ ഓഫ്, കിഴക്കോട്ട് പോകുമ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, താഴെയാണ് ഇന്ത്യ ഇപ്പം നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പ്രദേശത്തായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഭാഗമായിട്ടുള്ള മൗണ്ട് K2. ആദ്യ കാലഘട്ടങ്ങളിൽ മൗണ്ട് K2 എന്നാണ് അറിയപ്പെട്ടത്. പിന്നീട് ബ്രിട്ടീഷ് സർവേയർ ആയിരുന്ന ഗോഡ്വിൻ ആസ്റ്റിൻ ആയിരുന്നു ഇതിന്റെ ഹൈറ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമായിരുന്നു ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് മൗണ്ട് K2 പുനർനാമകരണം ചെയ്യപ്പെട്ടു, റീനെയിം ചെയ്യപ്പെട്ടു. അപ്പൊ പാർട്ട് എയിൽ മൗണ്ട് K2 തന്നിട്ട് പാർട്ട് ബിയിൽ ഗോഡ്വിൻ ആസ്റ്റിൻ തന്നിട്ടുണ്ട്. പാർട്ട് എയിൽ കാരക്കോറം തന്നിട്ട് പാർട്ട് ബിയിൽ കൃഷ്ണഗിരി എന്ന് തന്നിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയ പാർട്ട് എയിൽ തന്നിട്ട് പാർട്ട് ബിയിൽ 3000 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് പഠിക്കണം, അറിഞ്ഞിരിക്കണം. കാരക്കോറം റേഞ്ചസ്, സിയാച്ചിൻ ഗ്ലേസിയർ, കാരക്കോറത്തിന്റെ കിഴക്കോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന അക്സായി ചിൻ ചൈനയുടെ ഭാഗമായിട്ടൊക്കെ മാറി നമുക്ക് സിയാച്ചിൻ ഗ്ലേസിയർ കാരക്കോറത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ലഡാക്കിന്റെയും മുകളിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സിയാച്ചിൻ ഗ്ലേസിയർ ഈസ് എ പാർട്ട് ഓഫ് ട്രാൻസ് ഹിമാലയ. സിയാച്ചിൻ ഗ്ലേസിയർ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഇനി ഈ കാരക്കോറത്തിൽ നിന്ന് നമുക്ക് കിഴക്കോട്ട് പോകുമ്പോൾ, ഇങ്ങോട്ട് പോകുമ്പോൾ കാരക്കോറം റേഞ്ചസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ടിബറ്റൻ ഭാഗമായിട്ട്, നിലവിൽ ചൈനയുടെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൗണ്ട് കൈലാസ് മലനിരകൾ. മൗണ്ട് കൈലാസ് എന്ന് പറയുന്നത് കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഭാഗമാണ്. ഏത്? മൗണ്ട് കൈലാസ്. മൗണ്ട് കൈലാസ് കാരക്കോറം മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഭാഗമാണ് മൗണ്ട് കൈലാസ്. ഈ മൗണ്ട് കൈലാസ് നോക്കുമ്പോൾ അതിമനോഹരമായ 2 ലേക്കുകൾ നമുക്ക് കാണാൻ കഴിയും, 2 തടാകങ്ങൾ. മൗണ്ട് കൈലാസ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കാരക്കോറത്തിന്റെ കിഴക്കോട്ട് പോകുമ്പോൾ ടിബറ്റിന്റെ ഭാഗമായിട്ട് വരുന്നു. നിലവിൽ ചൈന ഓക്കുപ്പൈ ചെയ്ത് നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. 2 പ്രധാനപ്പെട്ട തടാകം കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഒന്ന് ഏത് പേരിൽ അറിയപ്പെടുന്നു? മാനസ സരോവർ എന്ന പേരിലും, മറ്റൊന്ന് മാനസ സരോവറിന്റെ തൊട്ട് സൗത്ത് ആയിട്ട്, ഇത് കാണുമ്പോൾ ഡയറക്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്, തൊട്ട് സൗത്ത് ആയിട്ടാണ് നമുക്ക് ഏത് കാണാൻ കഴിയുന്നത്? രേഖ അല്ലെങ്കിൽ രക്ഷസ്ഥൽ എന്ന് പറയുന്ന തടാകം. ഇത് മാനസ സരോവർ. മാനസ സരോവറിന്റെ തൊട്ട് താഴെയായിട്ട് സൗത്ത് ആയിട്ടാണ്
ഏത് കാണാൻ കഴിയുന്ന? രേഖ രക്ഷസ്ഥൽ ലേക്ക് കാണാൻ കഴിയുന്ന. മാനസ സരോവർ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മാനസ സരോവറിൽ നിന്നുമാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഏറ്റവും വലിയ റിവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സിന്ധുവിന്റെ ഒറിജിൻ. അപ്പൊ സിന്ധു കാരക്കോറത്തിന്റെ കിഴക്കൻ ഭാഗത്തായിട്ട് വരുന്ന കൈലാസ് മൗണ്ടെയിൻ റേഞ്ചസിൽ നിന്നുമാണ് ആര് ഒറിജിൻ ചെയ്യുന്നത്? സിന്ധു നദി ഒറിജിൻ ചെയ്യുന്നത്. ദേ ഇവിടെ കണ്ടോ. എന്നിട്ട് സിന്ധു കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ട് ഒഴുകി ഇന്ത്യയിലെ ലേ പട്ടണത്തിൽ വെച്ച്, ലഡാക്കിലെ ലേ പട്ടണത്തിൽ വെച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിച്ച്, പാകിസ്ഥാനിലേക്ക് ഗിൽഗിത്തിൽ വെച്ച് പാകിസ്ഥാനിൽ പ്രവേശിച്ച്, കറാച്ചി തുറമുഖത്തിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിൽ ഒറിജിൻ ചെയ്യുന്ന ഒരൊറ്റ നദി മാത്രമാണ് അറബിക്കടലിൽ ഡിസ്ചാർജ് ആകുന്നത്, അറബിക്കടലിൽ പതിക്കുന്നത്. അതാരാണ്? സിന്ധു നദിയാണ്. എടാ സിന്ധു ഹിമാലയൻ റിവർ ആണോ? അല്ല, സിന്ധു ട്രാൻസ് ഹിമാലയൻ റിവർ ആണ്. കൈലാസ് മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഭാഗമായ മാനസ സരോവർ ലേക്ക് എന്ന് പറയുന്നത് കാരക്കോറത്തിന്റെ ഭാഗമാണ്. കാരക്കോറത്തിന്റെ കിഴക്കൻ ഭാഗമായത് കൊണ്ട് തന്നെ സിന്ധു എന്ന് പറയുന്നത് ഏത് റിവർ ആണ്? എക്സാമ്പിൾ ഓഫ് ട്രാൻസ് ഹിമാലയൻ. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ നോർത്തേൺ ഭാഗമായിട്ടുള്ള ഒരു ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നത് കൊണ്ട് സിന്ധു എന്താണ്? ഒരു ട്രാൻസ് ഹിമാലയൻ റിവർ. എടാ ഈ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ രൂപം കൊണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഈ കൂട്ടിമുട്ടൽ അവസാനിച്ചിട്ടില്ല. ഈ പറയുന്ന സമയത്ത്, നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്തും ഈ ഫോൾഡിങ് കൺവെർജൻസി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഫോൾഡിങ് രൂപം കൊള്ളുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പ്രദേശത്തിലെ പല നദികളും പിന്നീട് രൂപം കൊള്ളും. ആദ്യമേ സിന്ധു രൂപം കൊണ്ടില്ല, ആദ്യമേ ഗംഗ രൂപം കൊണ്ടില്ല, ആദ്യമേ ബ്രഹ്മപുത്രയും രൂപം കൊണ്ടിട്ടില്ല. അപ്പൊ സിന്ധുവിനേക്കാൾ മുന്നേ രൂപം കൊണ്ട് പിന്നീട് സിന്ധുവിന്റെ ട്രിബ്യൂട്ടറി ആയിട്ട് മാറുന്ന, പോഷക നദിയായിട്ട് മാറുന്ന മറ്റൊരു നദിയെ കൂടി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദേ ഇവിടെ കൈലാസ് മൗണ്ടെയിൻ റേഞ്ചസിൽ മാനസ സരോവർ ലേക്കിന്റെ തൊട്ട് താഴെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രേഖ അല്ലെങ്കിൽ രക്ഷസ്ഥൽ ലേക്കിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഈ പറഞ്ഞതുപോലെ പടിഞ്ഞാറോട്ടൊഴുകി, കണ്ടോ ദേ പടിഞ്ഞാറോട്ടൊഴുകി സിന്ധുവുമായിട്ട് ജോയിൻ ചെയ്യുന്ന, സിന്ധുവിനേക്കാൾ മുന്നേ രൂപം കൊണ്ട നദിയായതുകൊണ്ട് സത്ലജ് നദി. സത്ലജിനെ എന്തെന്ന് വിളിക്കുന്നു? സിന്ധുവിന്റെ പൂർവകാലീന നദി, സിന്ധുവിന്റെ ആന്റിസിഡന്റ്, സിന്ധുവിന്റെ ഏഷ്യന്റ് റിവർ എന്നീ പേരുകളിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. സിന്ധുവിന്റെ ആന്റിസിഡന്റ് പൂർവകാലീന നദി, സിന്ധുവിന്റെ ഏഷ്യന്റ് റിവർ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? സത്ലജ് ആണ് ശരിക്കും ആദ്യം രൂപം കൊണ്ടത്. പിന്നീടാണ് സിന്ധു രൂപം കൊള്ളുന്നത്. സിന്ധു രൂപം കൊണ്ടതിന് ശേഷം സത്ലജ് സിന്ധുവിന്റെ ട്രിബ്യൂട്ടറി ആയിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ സത്ലജും ഒരു ട്രാൻസ് ഹിമാലയം റിവർ ആണ് അല്ലെ? സിന്ധു ഒരു ട്രാൻസ് ഹിമാലയം റിവർ ആണ്, സത്ലജും എന്താണ്? ഒരു ട്രാൻസ് ഹിമാലയം റിവർ ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും മൗണ്ട് കൈലാസത്തിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്. ഈ മൗണ്ട് കൈലാസത്തിന്റെ രേഖാ തടാകത്തിൽ നിന്നുമാണ് ആര് ഒറിജിൻ ചെയ്തിരിക്കുന്നത്? സത്ലജ് ഒറിജിൻ ചെയ്യുന്നത്. എടാ സത്ലജ് ഒറിജിൻ ചെയ്യുന്നതിന്റെ കിഴക്കൻ ഭാഗത്ത് വച്ച് മറ്റൊരു റിവർ കൂടി ഒറിജിൻ ചെയ്യുന്നുണ്ട്. ആ റിവർ ടിബറ്റിൽ കൂടി ഒഴുകി അതിനുശേഷം ഭൂട്ടാനിൽ കൂടി ഒഴുകുന്നു, അതിനുശേഷം അരുണാചൽ പ്രദേശിൽ എത്തുന്നു, അതിനുശേഷം ഇന്ത്യയിലെ നംജ പർവ്വതം മുറിച്ചു കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു, അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നു, ആസാമിലേക്ക് പ്രവേശിക്കുന്നു, ആസാം വഴി ബംഗ്ലാദേശിലേക്ക് പോകുന്ന ആ നദിയാണ് ആര്? ഇവിടെ സാൻപോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ നദി ബ്രഹ്മപുത്ര. അപ്പൊ ബ്രഹ്മപുത്രയും ഒരു ട്രാൻസ് ഹിമാലയം റിവർ ആണ്. നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ട്രാൻസ് ഹിമാലയം റിവർ ഏതെന്ന് കൂടി പഠിച്ചു. ഇൻഡസ്, സത്ലജ്, ബ്രഹ്മപുത്ര ഇവ ട്രാൻസ് ഹിമാലയം നദികൾക്ക് ഉദാഹരണമാണ്. ഇനി കാരക്കോറത്തിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് കുറച്ചും കൂടി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സിയാച്ചിൻ ഗ്ലേസിയർ. നമുക്കറിയാം സിയാച്ചിൻ ഗ്ലേസിയറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ലോകത്തിന്റെ
ബാറ്റിൽ ഫീൽഡ് എന്നൊക്കെയാണ് നമ്മൾ ആരെ വിശേഷിപ്പിക്കുന്നത്? സിയാച്ചിൻ ഗ്ലേസിയറിനെ വിശേഷിപ്പിക്കുന്ന വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് എന്നറിയപ്പെടുന്ന ഈ സിയാച്ചിൻ ഗ്ലേസിയർ കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് നുബ്രയും ഷയ്യോക്കും. ഓക്കെ, നുബ്രയും ഷയ്യോക്കും സിയാച്ചിൻ ഗ്ലേസിയറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സിയാച്ചിൻ ഗ്ലേസിയർ കാരക്കോറത്തിന്റെ ഈസ്റ്റേൺ ഭാഗത്തോട്ട് പോകുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ സിയാച്ചിൻ ഗ്ലേസിയർ വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ്, യുദ്ധഭൂമി എന്നറിയപ്പെടുന്നതാണ്. ഇവിടെ എക്സാമിന് ചോദിക്കാറുണ്ട്, സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന നദി ആരാണ്? ദേ നുബ്ര നദി. നുബ്ര എന്ന് പറയുന്നത് ആരുടെ ട്രിബ്യൂട്ടറി ആണ്? ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണ്. പക്ഷെ ഇത് ഇൻഡസിലേക്ക് നേരിട്ട് പതിക്കുന്നുണ്ടോ? ഇല്ല. കണ്ടോ, സിയാച്ചിൻ ഗ്ലേസിയറിലേക്ക് ഒരു നദി ഒഴുകി വരുന്നുണ്ട്, അതാണ് ഷയ്യോക്ക് റിവർ. ഈ നുബ്ര ഷയ്യോക്കിൽ പതിച്ചതിന് ശേഷം ഷയ്യോക്ക് ആണ് പിന്നീട് ഒഴുകി ഒഴുകി പോയി ഇൻഡസിലേക്ക് പതിക്കുന്നത്. അപ്പോൾ നുബ്ര വാലി, ഷയ്യോക്ക് വാലി, നുബ്ര താഴ്വരയും ഷയ്യോക്ക് താഴ്വരയും നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നും ഒറിജിനേറ്റഡ് ചെയ്യപ്പെടുന്ന നദിയാണ് നുബ്ര. നുബ്ര ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് എന്നാണ് എക്സാമിന് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, നുബ്ര നേരിട്ട് ഇൻഡസിലേക്ക് പതിക്കുന്നുണ്ടോ, ഡിസ്ചാർജ് ആകുന്നുണ്ടോ? അല്ല. നുബ്ര ഷയ്യോക്കിൽ പതിച്ചതിന് ശേഷം ഷയ്യോക്കിൽ ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇൻഡസ് ജോയിൻ ചെയ്യുന്നത്. ഇനി ഷയ്യോക്ക് സിയാച്ചിൻ ഗ്ലേസിയറിന്റെ മുകൾ ഭാഗത്ത് വെച്ചാണ് ഒറിജിൻ ചെയ്യുന്നത്. ആ ഭാഗം വേണമെങ്കിൽ ഞാൻ പറയാം. സിയാച്ചിന്റെ മുകളിൽ വരുന്ന റെമോ ഗ്ലേസിയർ, അന്യൻ സിനിമയുടെ റെമോ ഗ്ലേസിയറിൽ വെച്ചാണ് ഷയ്യോക്ക് ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് ഷയ്യോക്ക് സിയാച്ചിൻ ഗ്ലേസിയറിലേക്ക് ഒഴുകിയെത്തുന്നു. അവിടെ വെച്ച് നുബ്രയും ഷയ്യോക്കും മീറ്റ് ചെയ്യുന്നു. പിന്നെ ഷയ്യോക്ക് ഇൻഡസിലേക്ക് പതിക്കുന്നു. അപ്പോൾ ട്രാൻസ് ഹിമാലയൻ റിവേഴ്സ് നമ്മൾ പഠിച്ചു. ഇൻഡസിന്റെ ആന്റിസിഡന്റ് റിവർ എന്നറിയപ്പെടുന്ന സത്ലജ്, ബ്രഹ്മപുത്ര, നുബ്ര, ഷയ്യോക്ക് ഇവ ട്രാൻസ് ഹിമാലയൻ റിവർ ആണ്. സിയാച്ചിൻ ഗ്ലേസിയർ കാരക്കോറത്തിന്റെ ഭാഗമാണ്. കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവ ട്രാൻസ് ഹിമാലയം, ഷയ്യോക്കും നുബ്രയും ട്രാൻസ് ഹിമാലയൻ റിവേഴ്സ്. ഇത്രയാണ് നമുക്ക് ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിൽ ഉയരം കൂടിയ ഒരൊറ്റ മൗണ്ടൈൻ റേഞ്ച് പീക്കിനെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ, മൗണ്ട് കേറ്റ്, ഗോഡ്വിൻ ഓസ്റ്റിൻ 8610. ബാക്കി എല്ലാം പ്രോമിനന്റ് പീക്കുകളും നമുക്ക് കാണാൻ കഴിയുന്നത് ഹിമാലയത്തിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ.